നമ്മൾ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ PSC വരുന്ന എക്സാം ഏത് തന്നെ ആയാലും നമുക്കത് ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് SCERT എന്തായാലും ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ SCERTൻ്റെ ബുക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വാട്ടർ ഈസ് എസെൻഷ്യൽ. നമുക്ക് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റായിട്ട് ഒരു ടൈമറാണ് ഇവിടെ ഉള്ളത്. ടൈമർ എപ്പോഴും ആവശ്യമാണ്. കാരണം നമ്മൾ എത്ര നേരം ഇരുന്ന് പഠിച്ചു എന്ന് നമുക്ക് തന്നെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഈ എക്സാമിന് വേണ്ടി ഞാൻ എത്രത്തോളം എഫേർട്ടാണ് എടുക്കുന്നത്, അങ്ങനെ എത്ര എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ വിജയത്തിലെത്തും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് SCERT ആണ് പഠിക്കാൻ പോകുന്നത്. SCERT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു വട്ടം റിവൈസ് ചെയ്തു, ഇനി രണ്ടാമത് റിവൈസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ ഒരുപാട് വട്ടം റിവൈസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ചിലതൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ അങ്ങ് മറക്കുകയാണ്. കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അതിലേക്കൊക്കെ എത്തണം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പഠിക്കുക, നമുക്ക് ഒരുമിച്ച് നേടാം. ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടണം എന്ന് ലക്ഷ്യം വെച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, എൻ്റെ കൂടെയുള്ള എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഒരു എനർജി എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ മറ്റേ ആൾ പഠിക്കുന്നുണ്ടെന്നാണ് നമുക്കും പഠിക്കാനൊരു ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഇൻട്രസ്റ്റോടു കൂടി എപ്പോഴും സന്തോഷത്തോടു കൂടെ വേണം പഠിക്കാൻ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എപ്പോഴും നമ്മൾ മറ്റുള്ള ബുക്ക് നോക്കി പഠിച്ചാലും നമുക്ക് ഒരു നോട്ട് എഴുതണം. നമ്മളതായ നോട്ട് എഴുതിയിട്ട് ഷോർട്ടായിട്ട് വലിയ സെൻറ്റൻസുകളായിട്ട് എഴുതാനല്ല, നമുക്ക് എക്സാമിന് പോകുമ്പം ജസ്റ്റ് ഒന്ന് നോക്കാൻ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ടുള്ള പോലെ ചെറിയ ഷോർട്ടായിട്ട് നോട്ട്സ് എഴുതുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് ഇങ്ക് കൊണ്ടും ബ്ലാക്ക് ഇങ്ക് കൊണ്ടും ബ്ലൂ ഇങ്ക് കൊണ്ടും ഒക്കെ നമ്മൾ അതിനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം എഴുതാനും. ഈ ബുക്കിലല്ല, അല്ലാതെ തന്നെ നമ്മൾ വേറൊരു നോട്ട് ബുക്ക്, അതിനായിട്ട് നമുക്ക് ചെറുതായാലും വലുതായാലും നമുക്ക് ഒരു നോട്ട് ബുക്ക് അത്രയും അത്യാവശ്യമാണ്. അപ്പോൾ ആ നോട്ട് ബുക്കിൽ നമ്മൾ ഓരോന്ന് എഴുതി വെക്കണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ എൻ്റെ കൂടെ എല്ലാവരും പഠിക്കാം. ഇനി ഞാൻ സംസാരിക്കുന്നില്ല, നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ.